ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇവിടെ എനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. രാവിലെ തന്നെ മോളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ വിട്ടിട്ടുണ്ട്. ഇത് നമ്മളെ മുന്തിരി ഇന്നലെ ബ്രൂൺ ചെയ്ത് കഴിഞ്ഞതാണ്. മുന്തിരി വള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുന്തിരി ബ്രൂൺ ചെയ്യാതെ ഉണ്ടാക്കിയതുകൊണ്ട് ഇതധികമൊന്നും മുന്തിരി വലിപ്പം വെക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെ കുറച്ച് പച്ചമുന്തിരി കിട്ടിയപ്പോൾ പിന്നെ അത് ഉമ്മ പറഞ്ഞു അച്ചാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതൊക്കെ പറക്കി കൊടുന്ന് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യമായിട്ടാണ് ഇതുപോലെ മുന്തിരി അച്ചാർ ഇട്ട് നോക്കണത്. ഇതൊരു കൊല്ലമായിട്ടുള്ളൂ കായ്ക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊന്ന് അച്ചാറിട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കണ പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് സാധാരണ പോലെ അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് കുറച്ച് അച്ചാർ പൊടിയും അതുപോലെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഈ മുന്തിരിയിലൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു. ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മസാല പുരട്ടി വെച്ച ഈ പച്ച മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലധികം മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിലധികം ഒന്നും മസാല പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി മുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി മുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് അവസാനം സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുക. സുർക്ക കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്തിരി അച്ചാർ റെഡിയായി. ഇതുപോലെ മുന്തിരിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ പച്ച മുന്തിരിയൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ആരും കളയണ്ട. ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് വേറെ അൾക്കിലേക്ക് മാറ്റാം. ഇതൊരു വേറെ അൾക്കിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഉച്ചക്കത്തെ റെസിപ്പി വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഒക്കെ കുറച്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ വെന്ത് ഊറ്റി പിന്നെ വെണ്ടക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ് തീർന്നുകൊണ്ടും ഒക്കെ അടുപ്പത്താണ് വെച്ചത്. അപ്പോൾ ചോറ് വെന്ത് അടുപ്പത്ത് തന്നെ വെണ്ടക്ക ഉപ്പേരിയും കൂടി ഉണ്ടാക്കി. പിന്നെ കറിയും വെച്ചു. കറിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വെണ്ടക്ക ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്ക ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ച് ഇതിലേക്ക് പച്ചമുളകും ഒക്കെ ഇട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്ക ഉപ്പേരിയൊക്കെ ആയി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതും കഴുകി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വേറെ നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.